ഉണ്ടാക്കിയാലും മതിയാവുണ്ടോ? ഇതിനൊന്നും നേരം കാലം ഒന്നുമില്ല. എപ്പോ വേണമെങ്കിലും വരും, എപ്പോ വേണമെങ്കിലും പോകും. കുരിശ് കുരിശ് കുരിശ പട്ടത്തിൽ പെണ്ണെ ഫോട്ടോ അപ്പുറത്ത് റൂമിലെടുക്കും. അപ്പുറത്തെ റൂമിൽ ഈ തുണി അതിനകത്ത് തരാം. ഈ തുണി ഹലോ അനിൽ, എപ്പോ വന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. സുഖമല്ലേ? പരമസുഖം. നീ എപ്പോ വന്നു? ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. ഐ ഫീൽ ഹംഗ്രി. കഴിക്കാൻ എന്തുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ. അല്ല, ആകെ കൂടെ അബദ്ധമായ നീ ഇതിന്റെ അകത്ത് അടയിരിക്കാണോ? എന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ? ആ കൂടെ കുഴപ്പമാണോ? എനിക്ക് എന്റെ പെൺകുട്ടികളായ പല വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ കാണും. അതിന്റെ ഇടയിൽ വായി നോക്കിക്കൊണ്ടിരിക്കുന്ന തെണ്ടിത്തരമാണ്. ഇപ്പൊ ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ആ കൂടെ പ്രശ്നമാണ്. എന്റെ ഫ്ലാറ്റിൽ കയറി വന്ന് എന്നെ ഇറങ്ങിപ്പോകാൻ പറയത്തറ. നോക്കിക്കോ, നീ ഇതിനനുഭവിക്കും, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അനുഭവിച്ചോളാം. കേൾക്കും എന്നിട്ടുണ്ടല്ലോ. അയ്യോ നോൺസെൻസ്. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ വീടിനകത്ത് മത്സ്യമാംസങ്ങൾ കയറ്റാൻ പാടില്ലെന്ന്. അതെ അതെ, സോറി, റിയലി സോറി. മീറ്റ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് മിസ് അനിൽ. എനിക്കറിയാലോ. റിമെമ്പർ വാട്ട് ഐ സേ ഈസ് ഈ മീൻ കുറച്ചൊക്കെ ഇവൻ പറഞ്ഞിട്ട് വാങ്ങിച്ചാ. ദാറ്റ്സ് ഓൾ റൈറ്റ്. നമുക്കതത്ത് പുറത്ത് കളയാം. ഐ ഡോണ്ട് മൈൻഡ്. ഇപ്പൊ അതെടുത്ത് കളഞ്ഞാൽ തന്നെ വല്ലതും കഴിക്കുമ്പോ അതിന്റെ മണം എവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും. അതെ അതെ, അങ്ങനെ മണം തങ്ങി നിൽക്കുന്ന ഒരിടത്ത് വെച്ച് എന്റെ പത്മ ആഹാരം കഴിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. വി വിൽ ഗോ ഔട്ട്. ഇന്നത്തെ ഡിന്നർ പുറത്തുനിന്നാവാം. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. പ്രത്യേകിച്ചും ഇങ്ങനെ അപകടകരമായ ഒരു ചുറ്റുപാടിൽ. അപകടമോ? അപകടം എന്ന് ഞാൻ പറഞ്ഞത് ഈ മണത്തിന്റെ മീൻ അല്ല, ഈ മീനിന്റെ മണം. ഈ മീനിന്റെ മണം അത് ഇഷ്ടമല്ലാത്തവര് അത് ശ്വസിക്കുന്ന തന്നെ ക്യാൻസർ ഉണ്ടാവും. ടൈംസ് ഓഫ് ഇന്ത്യയിൽ. റിയലി ട്രൂലി താങ്കിങ് യു. യു ആർ സിൻസിയർ. ശ്യാമിന്റെ ഫ്രണ്ട് ഒരു നല്ല തമാശക്കാരനാണല്ലോ. ഈ തമാശയൊക്കെ അവന് ഞാൻ പറഞ്ഞു കൊടുത്താ. പക്ഷെ അത് കറക്റ്റ് സമയത്ത് പറയാനേ ഒരു കഴിവ് വേണം. കോമൺ സെൻസ് നിനക്കതില്ല. നിങ്ങൾ ഹോട്ടലിലേക്ക് പൊയ്ക്കോ. ഞാൻ വേഷം മാറിട്ട് വരാം. ആഹാരം കഴിഞ്ഞ് വന്നിട്ട് മതി വേഷം മാറുന്നത്. നീ പോ, സത്യം മാറട്ടെ. ഞാൻ പറയുന്നത് ഇതിന്റെ ഭവിഷ്യത്തിന് നീ അനുഭവിക്കേണ്ടി വരും. പറഞ്ഞില്ല, ഭീഷണിപ്പെടുത്താനുണ്ടോ? നീ എന്റെ ആത്മാർത്ഥ സുഹൃത്ത് തന്നെ സമ്മതിച്ചു. എനിക്ക് സത്യം മാറുന്നേ. എവിടെ നഷ്ടപ്പെടുന്ന ഓരോ നിമിഷങ്ങളും ഞാൻ പറയാം. നിനക്ക് വട്ട് പിടിച്ചോ മറ്റു ചോദ്യം തരില്ല. ഇതെന്താ? ഏതെന്താ? ഏത്? ആരുടെതാണ് ലേഡീസ് ബാഗ്? അതെ, ആരുടെതാണ് ലേഡീസ് ബാഗ്? ഓ, ഇത് എന്റെ ബാഗാണ്. നോക്കൂ, ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എന്റെ സോപ്പ്, ചീപ്പ്, കണ്ണാടി, ഷേവിംഗ് ലോഷൻ, ആഫ്റ്റർ ഷേവ് ലോഷൻ എല്ലാം ഞാൻ ഇതിനകത്താണ് സൂക്ഷിക്കാറുള്ളത്. പത്മ ഒഴുകുന്നില്ലേ? എന്തിന്? ഡിന്നറിന് പോകാൻ. ഞാൻ പോകുന്നില്ല. അതെന്താ? നോക്കൂ, എത്ര സുന്ദരമായ സായാഹ്നം. രക്തവർണ്ണത്തിലുള്ള മേഘത്തുള്ളികൾ ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്നു. കൂടണയാൻ പോകുന്ന പറവകളുടെ കളകൂജനങ്ങൾ. ഹാ, എത്ര മധുരം. സ്വന്തം കാമുകന്റെ ഓരം ചേർന്ന് ആൾത്തിരക്കില്ലാത്ത രാജവീതിയിലൂടെ നടന്നു നീങ്ങാൻ പത്മയ്ക്ക് ആഗ്രഹമില്ലേ? സാഹിത്യം കൊള്ളാം, പക്ഷെ ഹോട്ടലിലെ ഫുഡ് കഴിച്ച് ഞാൻ മടുത്തു. ഇവിടുന്ന് കഴിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ തുക്കട ചായക്കടയൊന്നുമല്ല. കാസിനോയിലേക്ക് പോകൂ, ഇംഗ്ലീഷ് മ്യൂസിക് കേൾക്കൂ, ഒരു 7 കോഴ്സ് ഡിന്നർ കഴിക്കൂ. അതിനകത്തൊരു റൊമാൻസ് ഉണ്ട്, അതിലൊരു ബ്യൂട്ടി ഉണ്ട്. എന്താ, അങ്ങനെ തോന്നില്ലേ? ഇല്ല, ഞാൻ ഇവിടുന്ന് കഴിക്കുന്നുള്ളൂ. അതങ്ങ് പള്ളി ഹോട്ടലിൽ പോയാൽ മതി. അനിൽ, പത്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എന്തിനു നിർബന്ധിക്കുന്നു? പത്മയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. എടാ, ഒരു സുഹൃത്തിന്റെ ഭാവി വധുവിനോട് എങ്ങനെ പെരുമാറണം എന്ന മര്യാദ നിനക്കില്ലല്ലോടാ. പെതുക്കെ പറഞ്ഞാൽ മതി. നീ എന്ത് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും ഹോട്ടലിൽ തന്നെ ആഹാരം കഴിക്കുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടരുന്ന്. ഇടപെടും. എടാ, ഒരു സുഹൃത്തിന്റെ വില എന്താണെന്ന് നീ പിന്നീട് മനസ്സിലാക്കും. എനിക്കിപ്പം മനസ്സിലാടാ. നിന്റെ ആജ്ഞ അനുസരിക്കാൻ ഞാൻ ആര്? നിന്റെ കൂലിക്കാരനോ? എന്റെ ജീവൻ പോയാലും ശരി, നിങ്ങൾ ഇവിടുന്ന് ആഹാരം കഴിക്കുന്ന പ്രശ്നമില്ല. അത്രക്കാടാ. എന്നെ ചൊല്ലി നിങ്ങൾ ഫ്രണ്ട്സ് വഴക്കിടണ്ട. ഓക്കെ ശ്യാം, നമുക്ക് ഹോട്ടലിൽ തന്നെ പോവാം. അത് പറ്റില്ല. എക്സ്ക്യൂസ് മീ, എല്ലാരും ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ആ, കഴിക്കും. ഞങ്ങൾ 3 പേരും ഇവിടെ കഴിക്കും. അപ്പൊ എല്ലാരും ഇവിടെ കഴിക്കുന്നില്ല. 3 പേരെന്ന് പറഞ്ഞാൽ എല്ലാരും ആയില്ലേ? എന്താടാ? ഒന്നുമില്ല. ഓരോ ആൾക്കും ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുതേ. എല്ലാവർക്കും ഒരേ ഐറ്റംസ് മതിയല്ലോ എന്നൊക്കെ ഇപ്പൊ പറയും. ഉണ്ടായിക്കൊണ്ട് വരുമ്പോ വേറെ അഭിപ്രായക്കാർ വന്ന ഇവിടെ വേറെ ആരും അഭിപ്രായം പറയാൻ അത് അവർക്കറിയാം. നീ ഒന്നും ഉണ്ടാതിരിക്കുന്നുണ്ടോ? നിനക്ക് എന്തോ എന്റെ സുഖരാടാ. ഇതെന്ത് കഷ്ടമാണ് നോക്കണേ. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല. എല്ലാം ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് ഞാൻ അല്ലെങ്കിൽ പിന്നെ
ഞാൻ ഒന്നും പറയുന്നില്ല. അവർക്കെന്താ പറയാനുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഞാൻ പറയാം. അവർക്ക് എല്ലാവർക്കും ഇവിടെ വെച്ചു പോകാൻ വയ്യ. അതുകൊണ്ടാണ് നിങ്ങൾ പുറത്തുപോയി ആഹാരം കഴിക്കാൻ ഞാൻ നിർബന്ധിച്ചത്. ശ്യാം, അതാണ് നല്ലത്. ഓക്കെ, പത്മയുടെ ഇഷ്ടം. ശരി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശ്യാം, എന്താ തലവേദന തലവേദന ഭയങ്കര തലവേദന ഇവന്. ആണോ? ആക്സിഡന്റ് കൊണ്ടുവരാം. ആന്റി, ആന്റി, എന്റെ ഡ്രസ്സൊക്കെ എവിടെ? എന്തിനാ അവിടെ ഒട്ടി നിൽക്കുന്നത്? ഞാൻ അകത്തോട്ടൊന്നും കയറാൻ പോണില്ല. താങ്ക് യു. ഞാൻ ഇനി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം. പെട്ടെന്ന് വരണം. സംശയമുണ്ടോ? എവിടെ പോയാലും എന്റെ ഇന്ദുവിന്റെ അടുത്ത് എത്താതെ എനിക്ക് ഉറക്കം വരുമോ? പോയിട്ട് വാ. ഓക്കെ, ബൈ. പിന്നെ I am also ready. It's beautiful. Fantastic. 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ്. ഞാൻ ഇവനോടൊരു കാര്യം പറഞ്ഞിട്ട് പുറത്തു വരാം. പറഞ്ഞാലും തീരുന്നില്ലേ? 5 മിനിറ്റ് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യും. വന്നില്ല ഞാൻ പോവും. ബ്യൂട്ടിഫുൾ ഡ്രസ്. പൊന്നളിയാ, ഞങ്ങള് തിരിച്ചു വരുമ്പോഴേക്കും നീ ഹിന്ദുവിനെ കുട്ടി എവിടെയെങ്കിലും പോണം. ഞാൻ വിളിച്ചാ വരുവോളിയാ? അതൊക്കെ നിന്റെ മിടുക്ക്. എന്റെ സുഹൃത്തെന്നല്ലേ നീ അവളെ ഡിന്നറിന് വിളിക്കണം. എന്നോട് സ്നേഹം കൊണ്ട് അവൾ നിന്റെ കൂടെ വരും. അറിയാ, ഞാൻ പറഞ്ഞ. അയ്യോ ശ്യാം, ശ്യാം ഇതുവരെ പോയില്ലേ? ശ്യാം തിരിച്ചു വരുന്നത് വരെ ഐ വിൽ നോട്ട് ഹാവ് മൈ ഡിന്നർ. ഓ, സോ സ്വീറ്റ് ഓഫ് യു ഡിയർ. വസന്തരാവിന്റെ വാതിൽ തുറന്നു വരും മലർ കിളിയേ, ഒന്ന് പോടാ മലർ കിളിയേ ഒന്ന്. ഈ പാട്ടിനാണ് കോളേജിൽ എനിക്ക് ബെസ്റ്റ് ഗായകനുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അനിൽ പാടും? കൊള്ളാം, പാടുവന്ന. ഇന്ദുവിന് പാട്ട് ഇഷ്ടമാണോ? വളരെ. അങ്ങനെയാണെങ്കിൽ സംഗീത സാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ നമുക്ക് ഈ സായം സന്ധ്യ ലാവിഷായി ചെലവഴിക്കാം. എന്താണ് അഭിപ്രായം? എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അവൻ കാണിച്ചതുപോലെ അങ്ങനെ ആവില്ല. ഇന്ദുവിനെ പോലൊരു പെൺകുട്ടിയെ ഈ സായം സന്ധ്യയിൽ തനിച്ചാക്കിയിട്ട് ഓഫീസിലേക്ക് പോകാൻ ഇവൻ എങ്ങനെ മനസ്സ് വന്നു? അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഓഫീസിന് തീ പിടിച്ചെന്ന് പറഞ്ഞാൽ പോലും ഇന്ദുവിനെ വിട്ട് ഞാൻ പോയില്ലായിരുന്നു. ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ദു വരണം. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി നമുക്ക് ഡിന്നർ കഴിക്കാം. എന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ തോന്നിയതിന് വളരെ നന്ദി. എന്ന് വെച്ചാൽ എന്റെ ക്ഷണം സ്വീകരിച്ചില്ല എന്നാണ്? അല്ല, അനിലിനെ പോലെ വലിയ മനസ്സുള്ള ഒരാളിന്റെ കൂടെ വരാൻ എനിക്കിഷ്ടമാണ്. താങ്ക് യു ഇന്ദു, താങ്ക് യു. ചെല്ലു, ഡ്രസ് ചേഞ്ച് ചെയ്യൂ. ബൈ, ഗോയിങ്. അയ്യോ, അമ്മ എവിടെ പോകുന്നു? കൂടുതലൊന്നും ചോദിക്കണ്ട, ഞാൻ പോവുകയാണ്. എനിക്കൊന്നും പറയാനില്ല. അയ്യോ അമ്മായി, ഇതൊരു പിള്ളേർ കളിയായി കണക്കാക്കി കൂടെ? കളി കാര്യമാകുന്നതിന് മുമ്പേ എനിക്കിവിടുന്ന് പോണം. എങ്കിലേ എന്നെ തടിയെങ്കിലും എനിക്ക് ബാക്കി കിട്ടും. അയ്യോ അമ്മായി, ഞാൻ ഇവിടെയാണല്ലോ താമസിക്കുന്നത്. എന്താ എത്ര അതിശയം? അമ്മായി, കപ്പല് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൈവിട്ട് പോകരുത് അമ്മായി. എന്ത് മുങ്ങിയാലും ശരി, ഞാൻ ഇവിടുന്ന് പോവും. മാറി മാറി തോന്നി പൊയ്ക്കോട്ടെ. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ആഹാ, എന്നോട് ഇവിടുന്ന് പോകാൻ പറയാം. നീ ആരാ? അത് തന്നെ. അമ്മായി ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ പറയണം, അല്ലെങ്കിൽ ഞാൻ പറയണം. അമ്മായി അങ്ങോട്ടോട്ട് പോയി. നീ പറഞ്ഞാലൊന്നും ഞാൻ ഇവിടുന്ന് പോവില്ല. അതിനെ വേറെ ആളെ നോക്കണം കേട്ടാ. വന്നിരിക്കുന്നു ഓരോന്ന്. ഒന്നും പറയാൻ ആളൊന്നും വേണ്ടത്. ശ്യാമ എവിടെ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. എലീന വരുമെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു? ഫ്ലൈറ്റിന്റെ സമയം മാറി വിവരം ഞാൻ പറഞ്ഞിരുന്നു. ചിലപ്പോ മറന്നു കാണും. നോ 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 നോ, ഒരിക്കലും അവനങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. താൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരു കാമുകനും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. എലീന, എന്റെ പെണ്ണിനോട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യും. അനിലിന്റെ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. കാണാൻ അങ്ങനെ ഒരാളില്ലല്ലോ. 100% സ്നേഹം കൊടുക്കാൻ ശക്തിയുള്ള ഒരു ഹൃദയവുമായി ഞാൻ കാത്തിരിക്കുന്നു. അടുക്കുമ്പോഴല്ലേ ആഴം അറിയൂ. ഓക്കെ, ശ്യാം വന്നില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിടുന്ന ഡിന്നർ കഴിക്കാം. ഇറ്റ്സ് മൈ പ്ലഷർ. പക്ഷെ ഇവിടെ വേണ്ട, നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോകാം. അതല്ല അനിലിന്റെ ഇഷ്ടം. ശരി, എന്നാലും ഇനി ഒട്ടും താമസിക്കണ്ട. ഞാനൊന്ന് ഡ്രസ് മാറ്റിട്ട്. ഓക്കെ, ഈ മുറി വേണ്ട, ആ മുറിയിലോട്ട് പോയിക്കോളൂ. വൈ? എന്റെ ചില പേഴ്സണൽ കാര്യങ്ങൾ ഈ മുറിയിലുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. പോവാം. നമുക്ക് ഏത് റെസ്റ്റോറന്റിൽ പോകാം? അതിപ്പോ എന്തും ഇഷ്ടമുള്ള ഏത് റെസ്റ്റോറന്റ് വേണമെങ്കിലും നമുക്ക് പോവാം.
ആരുടെ ബാഗ്? ഇത് ബാഗ് ഇത് എന്റെ ബാഗാണ്. എന്റെ ചില പേഴ്സണൽ ആയിട്ടുള്ള സോപ്പ്, ചീപ്പ്, കണ്ണാടി, ചെവിത്തോണ്ടി, പല്ലുകുത്തി മുതലായ ഞാൻ ഇതിനകത്താണ് സൂക്ഷിക്കാറുള്ളത്. ലേഡീസ് ബാഗ്? ആക്ച്വലി ഇത് ലേഡീസ് ബാഗ് അല്ല, ഇത് ലേഡീസ് ടൈപ്പിലുള്ള ലേറ്റസ്റ്റ് ജെൻസ് ബാഗാണ്. കണ്ടാ പറയത്തില്ലല്ലേ? ഹൗ ഇസ് മൈ ഡ്രസ്? ഡ്രസ് കൊള്ളാം, നന്നായിരിക്കുന്നു. ഒരു സ്കാർഫ് കിട്ടിയാലോ? നന്നായിരിക്കും, ബ്യൂട്ടിഫുൾ. സമയമില്ല, നമുക്ക് ഉടനെ പോവാം. ജസ്റ്റ് എ മിനിറ്റ്. വേഗം വരണം, ഉടനെ പോണം. റെഡി? ഞാൻ എപ്പോഴേ റെഡി. അല്ല, എന്റെ ബാഗ് എന്തിനാ കയ്യിൽ വെച്ചിരിക്കുന്നത്? ഇത് ലീനയുടെ ബാഗ്, ഇതിന്റെ സൗന്ദര്യം ഞാൻ നോക്കിയായിരുന്നു. നോക്കൂ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബാഗ്. ഇതേതാ ബാഗ്? ഇത് ബാഗ്, ഇതാണ് എന്റെ ബാഗ്. ഈ ബാഗാണ്, ഈ ബാഗ് എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ബാഗ് എടുത്തത്. ഇപ്പോഴാണ് മനസ്സിലായി ഈ ബാഗ് അല്ല, ഈ ബാഗാണ് എന്റെ ബാഗ് എന്ന്. ഇതാണ് ബാഗ്, എന്റെ ബാഗ്. ആകെ അബദ്ധം തന്നെ. അതെ അതെ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ ബാഗ് ഇത് പിടിക്കട്ടെ. കമോൺ. അവസാനായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ആരൊക്കെ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുന്നു? ഞാൻ ആർക്കൊക്കെ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കണം? ദയവ് ചെയ്ത് പറയണം. പിന്നെ രണ്ടുപേര് പോയി. അല്ല, രണ്ടുപേര് ഇപ്പൊ പോകുന്നു. പിന്നെ ബാക്കിയുള്ളവർ പോയാൽ വരും, എന്താണെന്ന് ചെയ്തു, അതിനെപ്പറ്റി അറിയേണ്ട കാര്യം എനിക്കില്ല. എലീന വരൂ. ഐ എം റെഡി.